എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. അപ്പൊ ഇന്നാണ് നമുക്ക് കല്യാണം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ എണിച്ചിട്ടുണ്ട്. കാരണം 7:30 ആവുമ്പേക്ക് ഇവിടുന്ന് പോകണം. അപ്പൊ കല്യാണത്തിന് പോണേക്കാളും മുന്നേ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഒരു നമ്മുടെ റാഗി കൊണ്ടാട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഒരു ജ്യൂസോ അല്ലെങ്കിൽ കുറുക്ക് പോലെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഇട്ടാ. അപ്പൊ അതായത് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് നോക്കിയാൽ 2 ടീസ്പൂണ് റാഗിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ 2 ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം കുറച്ച് ശേഷം ഒഴിച്ചിട്ട് നമുക്ക് കട്ടിയിലാണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാട്ടെ. ഇങ്ങനെ കട്ട നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിത് അടുപ്പത്തേക്ക് വെക്കാൻ പാടുള്ളൂ. അപ്പൊ ആകെ ഞാൻ എടുത്തിട്ടുള്ള റാഗിപ്പൊടി എന്ന് പറയുന്നത് 2 ടീസ്പൂണാണ് കേട്ടോ. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം. ഇനി നമുക്കിതാ ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് കഴിക്കാം. ഇത് ആക്കുമ്പോണ്ടല്ലോ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പം അടിയിൽ പിടിക്കാൻ പാടില്ല. നല്ല അളവിൽ തന്നെ നമുക്ക് ഇങ്ങനെ ആക്കി കിട്ടില്ല കേട്ടോ. ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേ തന്നെ വേണ്ട ഇങ്ങനെ ഒരു കട്ടിയായിട്ട് വരുന്നത്. അപ്പം കൂടുതൽ പൊടിയുടെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി ഒന്ന് തിളച്ച് വരണം നമുക്ക്. ഇപ്പം നോക്കിയാൽ ഇത് നന്നായിട്ട് തിളച്ച് ഇതേപോലെ ഒരു അളവിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഒന്ന് ചൂടാറി കിട്ടണം നമുക്ക്. ചൂടാക്കേണ്ടതായിട്ട് നമുക്ക് പോകണല്ലോ, ധൃതിയുണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കി നമ്മുടെ റാഗി ഇതാണ് ചൂടാറിയിട്ടാ. അപ്പൊ നമ്മളിതാ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണത്. ഇനി നമ്മളതിലേക്ക് ഉള്ളത് നോക്കിയ മധുരത്തിനിട്ട് ഞാനൊരു 4 ഈന്തപ്പഴം മധുരത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ശരീരത്തിലേക്ക് നല്ലതാണ്, ക്ഷീണമൊന്നുമില്ലാണ്ടിരിക്കാൻ. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ബദാം കുതിർത്തിയിട്ട് തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത്തിരി അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതാ ഇപ്പൊ എനിക്ക് ഷായറ്റിന് വേണ്ടോ അപ്പൊ 2 ഗ്ലാസ്സിലേക്ക് ആയിട്ട് നമ്മള് പകർത്തണം. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ റാഗി ജ്യൂസ് റെഡി ആയിട്ട് അപ്പൊ ഷായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇടുമ്പോ അപ്പൊ ഞങ്ങളിതാ കഴിക്കായിരുന്നു കേട്ടാ. ഈ അണ്ടിപ്പരിപ്പ് ഇതൊന്ന് ഇളക്കിയാക്കാം. നമുക്ക് ഇത് വേണമെങ്കിൽ ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കാം, അതല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ട് തന്നെ കുടിക്കട്ടെ. 2 രീതിയിലും കഴിക്കാം. നല്ല അളവിലല്ല നമ്മൾ ചെയ്ത് നോക്കണേ. ഭയങ്കര രസമാണ്. ശരി, ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ച വരെ പിടിച്ചില്ല. അത് ക്ഷീണമുണ്ടാവില്ല. പിന്നെ നമ്മൾ രാവിലെ നേരത്തെ പോകുമ്പോഴേ നമുക്ക് ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം രസം. അപ്പൊ ഇതാകുമ്പോ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ അതിന് ക്ഷീണം കാര്യങ്ങളൊന്നും തോന്നില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇരിക്കാനും പറ്റും. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ മധുരം ഇട്ടാ മധുരം വേണമെങ്കിൽ തേൻ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ കഴിക്കാം. ഇതിന്റെ പെട്ടെന്ന് ചെറിയ ടീസ്പൂണിന്റെ ആവശ്യമില്ല, ഇങ്ങനെ കുടിക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് കേട്ടാ. അതായത് ഞാനത് മുന്നേ പറയണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോണ ദിവസം തന്നെ പറയാം. അപ്പൊ ഇന്നത്തെ ഞാൻ കല്യാണത്തിന് പോകുന്ന സാരി എടുത്തിട്ടാണ്. അപ്പൊ ഒരു സാരിയുടെ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതിനു മുന്നേ ഞാനൊരു എൻഗേജ്മെന്റിന് പോകുമ്പോ ഞാന് കല്യാണ സാരി എടുക്കാൻ പോയതാന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സാരി ഇത്രയും വിലയുടെ സാരി വേണമായിരുന്നു ചോദിച്ചിട്ട് അങ്ങനെ 2 വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോ കല്യാണ സാരി എടുക്കാൻ പോയതാന്ന് പറയണെങ്കിൽ ഞാൻ 2 സാരി കാണിക്കുന്നുണ്ട് നമ്മുടെ തമ്പനയില്. ഒരു പച്ച സാരിയും അതേപോലെ തന്നെ നല്ലൊരു ഡാർക്ക് കളർ ഒരു സാരി. അപ്പൊ അത് കാട്ടിയപ്പോ തന്നെ എനിക്ക് കമന്റ് ഉണ്ടായിരുന്നു, ചേച്ചി ആ സാരിക്ക് വില എത്രയാന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പിന്നത്തെ വീഡിയോയില് സാരിക്ക് ഇത്ര വിലയുടെ സാരി വേണമായിരുന്നു എന്നുള്ളൊരു ക്യാപ്ഷൻ ഇട്ടിട്ട് അതിൽ ഞാൻ പറയുന്നുണ്ട് പച്ചസാരിയുടെ വില 12,000, അതേപോലെ തന്നെ ആ ഡാർക്ക് കളറ് പിങ്കില് പെട്ട കളറ് സാരിക്ക് 11,000. എന്നിട്ട് ഞാൻ എടുത്ത സാരി ഇതാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ സാരിയുടെ വില ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ എന്റെ സാരിയുടെ വില എന്ന് പറയുന്നത് 12,000 പകുതി പോലും ഇല്ല.
അത് അത്ര വിലയുടെ സാരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള സാരി ഈ 12,000 11,000 അല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയും കമന്റ് വന്നു, ചേച്ചി എടുത്ത സാരിക്ക് എന്താണ് വില എന്ന് വെച്ചിട്ട്. പക്ഷെ കുറെ പേര് മനസ്സിലാക്കിയത് ഞാൻ ഈ 11,000-നും 12,000-നും ഒക്കെ സാരി എടുത്തിട്ടുണ്ട്, 25,000 രൂപയുടെ സാരി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 12,000 രൂപയുടെ സാരി എടുത്തോണ്ട് അങ്ങനെ പലർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലാവാണ്ടാവും. അങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരില് ഞാൻ ഈ അടുത്തിട്ടറിഞ്ഞത്, അതായത് എന്നോട് ചോദിക്കാണ് ഇതേപോലെ പേഴ്സണലായിട്ട് തന്നെ അറിയുന്നവര്, സ്മിത ആ സാരി കാണുമ്പോൾ 12,000-ന്റെ സാരിയുടെ ഒന്നൊരു ആ മെറ്റീരിയൽ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് 12,000-ന്റെ സാരി അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്ക്. പക്ഷെ കുറെ പേർക്ക് അതായത് നല്ല റേറ്റിന്റെ സാരി എടുക്കുന്നവർക്കൊക്കെ അറിയാം. ഓരോ സാരി കണ്ടു കഴിഞ്ഞാൽ ഇത് ഓരോ സൈഡ് വില അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എടുക്കുന്നവർക്ക്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തതാണ് ഞാന്. പിന്നെ അത് മാത്രല്ല, കടക്കാര് നമ്മൾ വഞ്ചിക്കുന്ന പോലെയാണല്ലോ. കാരണം റൈറ്റുള്ളവർക്ക് സാരി എടുത്തിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അത് 12,000-ന്റെ ഒരു സാരിക്ക് എന്ന് പറയുമ്പോ, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നും ഇതേപോലെ ഇപ്പൊ നമ്മള് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് കല്യാണത്തിന് പോവാൻ അപ്പൊ തന്നെ റെഡി ആവൂട്ടാ. അയ്യോ എന്റെ വർത്തമാനത്തിനിടയിൽ ചായണ്ട കഴിഞ്ഞതിന്റെ അനങ്ങിയിട്ടില്ല, ഞാൻ വെച്ച് കുടിക്കാം. അപ്പൊ ഞങ്ങളിത് പോവാൻ വേണ്ടി റെഡി ആയിട്ടാ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോവാനിക്ക് അമ്മേന്റെ വീട്ടിൽ പോയിട്ട് അമ്മേന്റെ കൂടെ കൊണ്ടാണ് നമ്മൾ പോവാ കല്യാണത്തിന്. പിന്നെ നമ്മുടെ ഈ കല്യാണം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂര് കുറച്ചുകൂടി പോകണമെന്ന് പറഞ്ഞത് കോട്ടപ്പുറം അവിടെ ഒരു അമ്പലത്തിലാട്ടാ. അപ്പൊ നമ്മള് ചെക്കന്റെ വീട്ടിൽ പോകണില്ലേ, നമ്മൾ നേരിട്ട് അവിടെ കോട്ടപ്പുറം അമ്പലത്തിലേക്കാണ് പോണത്. ഏതാ അമ്പലം എന്നുള്ളത് നമുക്ക് കുറിയിലൊക്കെ നോക്കി അങ്ങനെ വഴിക്ക് ചോദിച്ചറിഞ്ഞ് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പൊ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്, കെട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താ ഞാൻ പോയി നോക്കട്ടെ നമുക്ക് കെട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ളത്. ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കല്യാണ തലേന്ന് എന്ന് പറഞ്ഞിട്ട്. ആ കല്യാണമാണ്, അതായത് വല്യമ്മയുടെ മകൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ കല്യാണം നടക്കുന്നത് നമ്മുടെ കോട്ടപ്പുറം വലിയ പണിക്കത്തുരുത്ത് ശ്രീദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം. അർജുൻ ആഷ്ലി എന്നാണ് കേട്ടോ അവരുടെ പേര്. താലിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അപ്പം നമ്മൾ പുറത്ത് തന്നെ വലം വെച്ച് പുറത്ത് നിന്ന് തന്നെ ദേവീനെ തൊഴാണ് കേട്ടോ ചെയ്യണത്. നമ്മുടെ കുടുംബത്തിന്റെ ആളാട്ടോ ഇവിടെ വെച്ച് ഞങ്ങൾ കണ്ടു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തുട്ടാ. കെട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ അമ്പലത്തിനുള്ളില് കയറി തൊഴുതിട്ട് മണ്ഡപത്തിലേക്ക് പോകണമെന്നുണ്ടാ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ നമ്മുടെ ആഷ്ലിയുടെ ബന്ധുവാട്ടോ. അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് അങ്ങനെ പരിചയമായിട്ട് അങ്ങനെ ചേച്ചി എൻ്റെ അടുത്തേക്ക് പരിചയപ്പെടാൻ വേണ്ടി വന്നു കേട്ടാ.
പിന്നെ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ അർജുനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ്, അതായത് കല്യാണ ചെക്കന്. അപ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ താലം പിടിച്ചിട്ട് അതായത് ചെക്കനും അതേപോലെ ചെക്കൻ്റെ ഫാമിലി മെമ്പേഴ്സുകൾ എല്ലാവരും ഇതേപോലെയായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അങ്ങനെ ചെക്കനെ സ്റ്റേജിൽ കൊണ്ടിരുത്തിയിട്ട് അവർ പിന്നെ പോണത് പെൺകുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ ആൾക്കാരും എല്ലാവരും എന്താ പറയുക, ഇനി അടുത്തൊരു പ്രതീക്ഷയില്ലേ പെൺകുട്ടിയുടെ വരവും കാത്തിട്ടായിട്ട് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ എല്ലാവരും അങ്ങനെ ഓരോരുത്തരും പരിചയപ്പെടുത്തണില്ലേ, കാരണം നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ ഒരുവിധം എല്ലാവരും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വട്ടം ഞാൻ ആരെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമൊന്നുമില്ല കേട്ടാ. പിന്നെ ഇത് വേണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷായേട്ടൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ കസേര ഉണ്ടല്ലോ, അതെനിക്ക് ഇരിക്കാനുള്ളതാട്ടാ. ഞാൻ വീഡിയോ പിടിക്കുന്ന കാരണേ ഷായേട്ട അവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയി. അപ്പോൾ ഫസ്റ്റിലിരിക്കുന്ന 3 പേര് വല്യമ്മയുടെ പേരക്കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതിൽ പുള്ളി ഷർട്ട് ഇട്ടിരിക്കുന്നത് വിഷ്ണു. അപ്പോൾ അവന് ഡോക്ടറാണ്, അവനൊരു പെണ്ണ് നമ്മൾ ആലോചിക്കുന്നുണ്ട്, കുട്ടികളുണ്ടെങ്കിൽ പറയണം. പിന്നെ ഗ്രീൻ ഷർട്ട് ഇട്ടിരിക്കുന്നത് വല്യമ്മയുടെ മരുമകൻ. അതേപോലെ ഫ്രണ്ടിലേക്ക് മുടിയിട്ടിരിക്കുന്നത് വിഷ്ണുവിൻ്റെ പെങ്ങളാണ്, അവളും ഡോക്ടർ തന്നെയാട്ടോ. അപ്പോൾ അവൾക്ക് നമ്മൾ ചെക്കനെ ആലോചിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്നത് അവളുടെ അമ്മ. അപ്പോൾ നല്ല എന്താ പറയുക ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആൺകുട്ടീനും പെൺകുട്ടീനും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഈ ഗ്രീൻ ഷർട്ട് ഇട്ടിരിക്കുന്നത് വല്യമ്മയുടെ പേരക്കുട്ടിയാണ്. പിന്നെ ഈ 2 ചേച്ചിമാർ വല്യമ്മയുടെ 2 മക്കളാണ് ശാന്തിച്ച് അണ്ടിച്ച്. ഇനിയിപ്പോൾ ആ പെൺകുട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണ്. അപ്പം ഞാൻ അമ്പലത്തിലത്തെ ചടങ്ങുകളൊക്കെ കാണിച്ചല്ലോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഓഡിറ്റോറിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ രീതിയിലുള്ള ചടങ്ങുകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനതെല്ലാം നമ്മുടെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഓഡിറ്റോറിയത്തിൽ വന്നാൽ തന്നെ വീണ്ടും വിളക്കൊക്കെ കൊളുത്തി ചടങ്ങുകൾ തുടങ്ങി. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നമ്മൾ തുളസിമാലയാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റേജിൽ ഇവിടെ നമ്മൾ പൂമാല ഇടലും അതേപോലെ തന്നെ ബൊക്കയും കാര്യങ്ങളൊക്കെ കൈമാറാട്ടോ ഇപ്പോൾ ചെയ്യണത്. അർജുൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, പിന്നെ അർജുനൊരു അനിയനാണ് ഇട്ടുള്ളത് ആഷിൻ. ആഷ്ലിയുടെ ഫാമിലിയാണ് അച്ഛൻ, അമ്മ, ചേച്ചിയുടെ ഹസ്ബൻഡ്, കുട്ടിയിട്ടാ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷായറ്റിൻ്റെ അടുത്ത് പോയിരുന്നു. ഷായിട്ട് കുറേ നേരം ഒറ്റയ്ക്കായിരുന്നു, എൻ്റെ സീറ്റോട് ഒഴിഞ്ഞെടുക്കായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ക്യാമറ വേറൊരു ബെഡ്ജിലെ ആളിൽ കൊടുത്തു വിട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാല് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതായത് 2 പേരും പാല് കുടിച്ചതിന് ശേഷം അർജുൻ പാല് ആഷ്ലിക്കും കൊടുക്കും. അതേപോലെ തന്നെ ആഷ്ലി അർജുനും പാല് കൊടുത്ത് അങ്ങനെ ഒരു കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നൊരു ചടങ്ങ് ഇട്ടാ. പിന്നെ ഇത് പ്രസിദ്ധേച്ചിട്ടാ. പ്രസിദ്ധേച്ചിക്ക് എന്നെ പരിചയം നമ്മുടെ വീഡിയോയ്ക്ക് കണ്ടിട്ടാണ്. പ്രസിദ്ധേച്ചി ഇപ്പോൾ കല്യാണമായിട്ട് വന്നിട്ടുള്ളതാണ് നാട്ടിൽ. ചേച്ചി ഓസ്ട്രേലിയയിലാട്ടാ. പിന്നെ ഇത് അജിതേച്ചിട്ടാ. അപ്പോൾ അജിതേച്ചിക്ക് എന്നെ പരിചയം നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ അജിതേച്ചിയുടെ ഹസ്ബൻഡാട്ടോ തൊട്ട് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോയിലത്തെ കുറേ വിശേഷങ്ങൾ പറഞ്ഞിട്ടാട്ടോ ചേട്ടൻ എന്നോട് സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ വല്യമ്മയും അതേപോലെ അവരുടെ മക്കളും മരുമക്കളും കുട്ടികളൊക്കെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ, അമ്മ, അതേപോലെ അർജുൻ്റെ അച്ഛനമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഇത് ആഷ്ലിയുടെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സദ്യ കഴിക്കാമെന്ന് വെച്ചിട്ട് പോയി. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, അടിപൊളി സദ്യയായിരുന്നു തന്നെ പറയാം കേട്ടോ. 15 തരം കറികളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടാതെ മോര്, രസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടുന്ന് തുടങ്ങണം എന്നുള്ള രീതിയിലായിരുന്നു, കാരണം അത്രയും നല്ല സദ്യയായിരുന്നു. എൻ്റെ അപ്പുറത്തുള്ള ഇലയിൽ വിളമ്പി വെച്ചിട്ടുള്ളത് ഷായിട്ടുള്ള ഭക്ഷണം കേട്ടോ. അപ്പോൾ ഷായിട്ട് വീഡിയോ പിടിക്കുന്ന കാരണമാണ്. അത് കഴിഞ്ഞ ഷായിട്ട് വന്ന് ഭക്ഷണം കഴിക്കൂട്ടാ. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഹാളിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങാണ്. ഇനിയിപ്പോൾ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ റിസപ്ഷൻ 6 മണിക്കാണ്. ഞാൻ സമയത്തായിട്ട് നമ്മൾ വരുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. രാവിലെ ഒന്നും ചെയ്യാണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് ഇട്ടാ. ഇത് അമ്മയുണ്ട്, ദേശായിട്ട് പോവാ. കായല് കാണാട്ടോ നമുക്ക് കൊടുങ്ങല്ലൂർക്ക് വരുമ്പോ. പോകുമ്പോ എനിക്ക് പിടിക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞ വരുമ്പോഴാട്ടാ ഭാഗം പിടിക്കണ. ഭയങ്കര രസം. 2 സൈഡും കായലാട്ടാ. ഈ സൈഡ് നോക്കായാലും കായല് തന്നെയാട്ടാ. അപ്പൊ നമ്മളിത് ആ കല്യാണമൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെത്തി. അപ്പൊ നമുക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, കുറെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ പോകുമ്പോൾ. അപ്പോൾ ആ പണിയിലേക്കൊക്കെ പോവാം. അതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് പേരുടെ ഹായ് പറയാനുണ്ട്.
അപ്പം അത് പറയാട്ടോ ആദ്യം. ഇന്ന് ഞാനുണ്ടല്ലോ ബർത്ത്ഡേ ആയിട്ട് ആദ്യം വിഷ് ചെയ്യണത്. അപ്പം അതായത് റിയ റോബ്ലക്സിൻ്റെ മകൾ റിയ റെജിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരി 17. അന്ന് പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും ഇല്ലാത്ത കാരണം എനിക്കന്ന് വിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ താമസിക്കുന്നത് ഓക്സ്ഫോർഡ് UK-യിലാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ റിയ റെജി. ഇനിയുണ്ടല്ലോ എനിക്ക് ചേച്ചിമാരോടാണ് ഹായ് പറയാനുള്ളത്. ഹായ് ബിസ്പി ചേച്ചി, പിന്നെ മോളി ജോൺസൺ, ഹായ് മോളി ചേച്ചി. ഇനി എനിക്ക് ഹായ് പറയണത് അനിയത്തി കുട്ടിയോടായിട്ടാ. അപ്പോൾ സലിഹ ജാഫു, ഹായ് സലിഹ. ഇനിയുണ്ടല്ലോ റസീന സലീമിൻ്റെ മക്കൾക്കാണ് എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമ, ഫാസില, ഫർഹാന. ഹായ് ഫാത്തിമ, ഹായ് ഫാസില, ഹായ് ഫർഹാന. ഇനിയുണ്ടല്ലോ നാസി ജാഫറിൻ്റെ മക്കൾക്കാണ് ഫൈദ താമസിക്കുന്നത് കാനഡയിലെ, ഫൈമ താമസിക്കുന്നത് അബുദാബിയിൽ. അപ്പോൾ ഹായ് ഫൈദ, ഹായ് ഫൈമ. ഇനി നമ്മുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി അങ്ങനെയുള്ള നമ്മുടെ പണികളിലേക്ക് പോവാട്ടാ. ആയോട്ടാ, ഞാൻ ആദ്യം നമ്മുടെ അല്ലൂനെ നോക്കട്ടെ. രാവിലെ അല്ലൂന് ഞാൻ പാലും ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൾക്കൊരു മീനൊക്കെ കഴിക്കുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ അതൊക്കെ വൈകിട്ടുണ്ട്. ആദ്യം ആൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങായിരിക്കും, അത് അന്വേഷിക്കട്ടെ. അവൾക്ക് നല്ല ചൂടുള്ളതിൻ്റെ ഇടയിലേക്ക് എടുക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം. ചിലപ്പോൾ ചില ടൈമിലാണ് ഒരു തണവുള്ള ഏരിയയിലേക്ക് പോവുള്ളൂ. ഇപ്പം എന്തായാലും പറമ്പിലായിരിക്കും കൂടുതൽ. കിടക്കുന്നുണ്ട് ഇവിടെ. അയ്യോ നല്ല ഉറക്കാട്ടോ, നല്ല ഉറക്ക. വലിയേ മീമി തിന്നണാ, മീമി തിന്നണാ. വിശക്കുണ്ട് എൻ്റെ മോൾക്ക്. കൊണ്ടിട്ടെ ഞാൻ മീമി. ഇപ്പം വേണം മീമി, വേണം പൊന്നൂനെ. ഇപ്പം അവൾക്ക് ആവശ്യമില്ല കേട്ടോ, ഉറക്കത്തിൻ്റെ ടൈമാണ്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അവൾ എൻ്റെ ഒപ്പം എണീറ്റ് തന്നെ കണ്ടാ ഞെളിപ്പിരി കൊണ്ട് ഉറങ്ങാള്. അപ്പോൾ അവിടെ കിടന്നോ, കുറച്ചായിട്ട് തരാം കേട്ടോ മോൾക്ക്. ഉറങ്ങിയോക്കോ എണീക്കണ്ട കേട്ടാ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കണില്ല. നമ്മൾ പോണേൻ്റെ ഉള്ളിൽ എപ്പോഴേലും ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ അടുത്താളുണ്ടല്ലോ സിംബ, അവൻ ഭയങ്കര ബഹളമാണ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവനെ പുറത്തേക്ക് ഇറക്കണേക്കാളും മുന്നേ നമ്മുടെ ചെടികൾ നോക്കി നല്ല വാട്ടുണ്ട്. അത് ആദ്യം നനയ്ക്കട്ടെ. നനയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം വേണം കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ ചുറ്റും ചെടികൾ വെച്ച കാരണേ എത്ര ടൈം നനയ്ക്കാൻ വേണ്ടി എടുക്കുമെന്നൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. എന്തായാലും കുറച്ച് കൂടുതൽ സമയം വേണമെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എന്നോട് എല്ലാവരും പറയാറുള്ളത് സ്മിത നമ്മുടെ ഗാർഡൻ ഒന്ന് ഫുള്ളായിട്ട് കാണിക്കാനായിട്ടാ. അപ്പം ഞാൻ ഗാർഡൻ എത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ, എങ്കിലും ഞാൻ വീടിൻ്റെ ചുറ്റും ഒരുമിച്ച് കാണിക്കാമെന്നൊക്കെ ഞാൻ കാണിക്കാം. പക്ഷെ കിട്ടാന്നറിയാം, നമ്മുടെ തെങ്ങിൻ്റെ അടിയിൽ നമ്മൾ കുറേ ചട്ടികൾ വെച്ചിട്ടുണ്ടെന്ന് പറയാറില്ലേ. അപ്പോൾ ആ ചട്ടികളൊക്കെ പ്ലാസ്റ്റിക് ചട്ടികളായി കാരണം അതൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കാണിച്ച് തരാട്ടാ. നമ്മൾ ചെടി നനച്ച് കൃത്യം ഇപ്പോൾ രാവിലെ നനയ്ക്കണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കുണ്ടല്ലോ ചെറിയ വെയിൽ ചൂട് വരുമ്പോഴേക്കും നന്നായിട്ട് വാടിയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഈ ചട്ടിയിൽ വെക്കണ കാരണം തോന്നുന്നു ഇതേപോലെ കൂടുതൽ വാട്ടം വരാം. നിലത്ത് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം നനച്ചില്ലെങ്കിലും വലിയ കുഴപ്പം വരില്ല. അത് കാരണമാണ് എനിക്ക് എന്താ പറയുക, നനാന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഭക്ഷണം കഴിക്കണ പോലെ ഒരു രക്ഷയില്ല. ഒരു ദിവസം പോലും നനയ്ക്കാണ്ട് നമുക്കിരിക്കാൻ പറ്റില്ല.
പിന്നെ കണ്ട ഈ പ്രാവ് നമ്മൾ വളർത്തുന്നതല്ല ഏട്ടാ, നമ്മുടെ വീട്ടിൽ തന്നെ വന്നിട്ടുള്ളത് അവർ. ഇപ്പോൾ ഊഞ്ഞാലിൻ്റെ മുകളിൽ 2 വെള്ളപ്രാവ്. അവർ തീരെ പോവില്ല, അവർ രാത്രിയും പകലൊക്കെ അവിടെ തന്നെയാണ്. പിന്നെ ഞാനപ്പോൾ ഗോതമ്പ് മണി ഇട്ട് കൊടുക്കും. ആ സമയത്ത് ഇറങ്ങി വരുന്നതാണ് ഈ അമ്പലപ്രാവും. പിന്നെ വേറെ പ്രാവുകൾ, അങ്ങനെ 5-6 പ്രാവുകൾ ഇപ്പോൾ ഇടയ്ക്ക് എപ്പോഴും കാണാനുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് മുറ്റൊന്നും അടിച്ചിട്ടില്ല, നിറച്ച് കരടാണ്. അല്ലെങ്കിൽ ഞാൻ ദിവസത്തിൽ ഏതെങ്കിലും ഒരു ടൈമിൽ അടിച്ച് വരാൻ സമയം കണ്ടെത്താറുണ്ട്. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ എന്താ പറയുക, കോഴികൾക്ക് തവിട് നനച്ച് കൊടുക്കാറുണ്ട്. ഇന്ന് അത് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വേഗം നന കഴിഞ്ഞപ്പോൾ അവർക്ക് തവിട് കുറച്ച് നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ചെടികൾക്ക് നനയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഷായട്ടിൻ്റെ പറമ്പ് നനയ്ക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അറിയാലോ ഭയങ്കര ചൂടാണ്. പിന്നെ നമ്മളിപ്പോൾ ഉച്ച തിരിഞ്ഞ് നനയ്ക്കാമെന്ന് വിചാരിച്ചാലും നമുക്ക് സമയമില്ല. കാരണം നമുക്ക് റിസപ്ഷനും കൂടി പോകേണ്ട കാരണേ വെയിലൊന്നും നോക്കിയില്ല. ഞങ്ങൾ 2 പേരും എന്താ പറയുക നനയ്ക്കാമെന്ന് വെച്ചിട്ട് വേഗം ഇറങ്ങി. പിന്നെ നമ്മുടെ സിംബേനെ വേഗം പുറത്തിറക്കി നമ്മുടെ ബെൽറ്റും വന്ന് ഇട്ടു വിട്ടാൽ. കാരണം അവനെ ഇന്ന് രാവിലെ ഒന്നും പുറത്തിറക്കാത്ത തന്നെ ഭയങ്കര തിക്കും ബഹളമായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിതാ റിസപ്ഷനാണ് പോണത്. അപ്പോൾ 6 മണി തൊട്ടാണ് റിസപ്ഷൻ വെച്ചിട്ടുള്ളത്. നമുക്കിവിടെ അടുത്തായിട്ടാ റിസപ്ഷൻ. ഇവിടെ 5 വരെ പോയാൽ മതി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 9 മണി വരെയാണ് പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കേട്ടോ. പിന്നെ ഇതാ വല്യമ്മയും പേരക്കുട്ടികളും ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു ഫോട്ടോ ആട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മുടെ അർജുനും അതേപോലെ തന്നെ അർജുൻ്റെ അനിയൻ ആഷിനും കൂടിയിട്ട് പാട്ട്, ഒപ്പം നമ്മുടെ മറ്റേ അനിയൻ കുട്ടികളും ഒക്കെ കൂടെ നിന്നിട്ട് അവിടെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പാടുമ്പോൾ ഞാൻ നമ്മുടെ ക്യാമറ നോക്കി ഓഡിറ്റോറിയത്തിലേക്ക് കാണിച്ചപ്പോൾ എല്ലാവരും എന്താ പറയുക പാട്ടിനൊത്ത് താളം പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല രസമായിട്ട് തന്നെ അവർ പാടിയിരുന്നു. പിന്നെ ശാന്തേച്ചിട്ട എൻ്റെ 2ാമത്തെ മാമൻ്റെ മകളാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒത്തിരി തരം ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ എന്താ പറയുക ആവശ്യമില്ല കുറച്ച് സാധനങ്ങൾ മാത്രമായിട്ട് എടുത്തുള്ളൂ. കാരണം കഴിഞ്ഞ വട്ടം എനിക്ക് ഇതേപോലെ എന്താ പറയുക ഒരു എൻഗേജ്മെൻറ്റിന് പോയിട്ട് എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചിട്ട് എല്ലാത്തിനും കുറേശ്ശെ എടുത്തിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വട്ടം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ആവശ്യത്തിന് മാത്രം ഫുഡ് എടുത്തിട്ട് കഴിക്കാട്ടോ ചെയ്തത്. അപ്പം ഇതേ ഒരു ടേബിളുമേ ഞാനും അമ്മയും അതേപോലെ ചേട്ടൻ്റെ ഉണ്ണികളും അതേപോലെ തന്നെ ചേട്ടത്തിയും എല്ലാവരും കൂടി ഇരുന്നതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഷായേട്ടനാണെങ്കിൽ ഞാനിങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ ഇങ്ങനെ ഓരോ സംസാരിക്കാനൊക്കെ നടക്കണേ. ഷായേട്ടൻ്റെ ഭക്ഷണം കഴിക്കൽ മുന്നേ കഴിഞ്ഞു കേട്ടോ. പരിപാടികളൊക്കെ കഴിഞ്ഞില്ല, റിസപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ നമുക്ക് കാണാം കേട്ടോ.